നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷം നടത്തിയ കമ്പനി ബോർഡ് LGSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ഓപ്ഷൻ ബി ആണ് 2013. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം 2016 സർവീസസ് ആണ്. 2025 വെസ്റ്റ് ബംഗാളിനാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 14ാം കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ്. 14ാം കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ്. ഇപ്പോഴത്തെ AN ഷംസീറാണ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത് 2016 നവംബർ 8. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് VS അച്യുതാനന്ദനാണ്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുപയർ വർഷമായി ആചരിച്ചത് 2016. അടുത്ത ക്വസ്റ്റ്യൻ. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണനാണ് 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ബാഡ്മിൻ്റനാണ്. റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ബാഡ്മിൻ്റനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? സിന്ധുവാണ്. സിന്ധുവാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഒട്ടകമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഓപ്ഷൻ ബി ആണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആണ് മേഘാലയ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം കുങ്കുമമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യനാണ്. അടുത്തത്, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിനുള്ള നിശ്ചയിച്ചിട്ടുള്ള സമയം 52 സെക്കൻഡാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ചമ്പാരൻ സമരമാണ്. ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? ഈ ഓപ്ഷൻ ഇല്ല. കറക്റ്റ് ആൻസർ 1920 മുതൽ 1947 വരെയാണ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഓപ്ഷൻ ബി ആണ് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ഓപ്ഷൻ ബി ആണ് പോർച്ചുഗൽ.
ദേശീയ തലസ്ഥാന പ്രദേശം ഡൽഹിയാണ്. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഓപ്ഷൻ എ ആണ് 1962 ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഓപ്ഷൻ സി ആണ് ചൗരി ചൗര സംഭവം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കടൽ തീരമില്ലാത്ത ജില്ല ഈ ഓപ്ഷനിൽ കോട്ടയമാണ്. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂരാണ്. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് നെയ്യാറിലാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത PT ഉഷയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം, ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം കേരളമാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. താഴെ പറയുന്നവയിൽ വഖഫ് മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം അൽ അമീനാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്, വേല ചെയ്താൽ കൂലി കിട്ടണം. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി പ്രാചീന മലയാളമാണ്. കുമാര ഗുരുദേവൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ഇരവിപേരൂർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം 1956. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഈഡിസ് ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. സൂര്യപ്രകാശം ലഭിക്കുന്ന ജീവകം വൈറ്റമിൻ D ആണ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി വൈറസാണ്. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയമാണ്. അടങ്ങിയിരിക്കുന്ന പോഷകഘടകം അന്നജം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആഗോളതാപനത്തിന് കാരണമായ വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയത്തിൻ്റെ ആണ്. മെൻഡലീയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക മാസ് ആണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. താഴെ കൊടുത്തവയിൽ പ്രവർത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120°C. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പാണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് ആണ്.